Yes, good afternoon. Okay, Chindu, okay, Shafia. Okay, Shahana. Yes, good afternoon to all. Good afternoon, sir. Okay. Let us start. Okay. അപ്പോൾ നമ്മള് ടെൻസുകളെ കുറിച്ചുള്ളത് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് അതിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് പുതിയൊരു സംഗതിയെ കുറിച്ച് പറയാണ്, റിപ്പോർട്ടഡ് സ്പീച്ച് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയതായി. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ ഇതിനകത്ത് നോക്കുന്നത് അതിന്റെ അകത്തുണ്ടാകുന്ന ഓരോ വെർബിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആർക്കെങ്കിലും പറയാമോ വാട്ട് ഈസ് എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ? ചിന്നു, ക്യാൻ യു സേ? അറിയില്ല. ഓക്കെ. സാർ ഞാൻ ശ്രമിച്ചു നോക്കാം. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേര് ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു, അത് നമ്മൾ മൂന്നാമതൊരാളോട് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ട് നാലാമത് ഒരാളോട് പറയുന്നത്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. രണ്ടുപേര് തമ്മിൽ ഒരാൾ സംസാരിക്കുന്നു, ആ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ട ആള് അത് ചെന്നിട്ട് മൂന്നാമതൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും? ഇതാണ് റിപ്പോർട്ടർ സ്പീച്ച് പറയുന്നത്. സാധാരണ ഒരു കുട്ടികള് ആ റിപ്പോർട്ടർ സ്പീച്ചിന്റെ അടുത്ത് ചോയ്സിന്റെ വേറെ ചോദ്യം ഉണ്ടെങ്കിൽ അതത് വിട്ട് കളഞ്ഞിട്ട് അത് എഴുതാൻ നോക്കും. അപ്പൊ അത് എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്കത് എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പുറകിൽ നമുക്ക് നോക്കാം. ബേസിക് ആയിട്ട് എന്താണ് റിപ്പോർട്ടർ സ്പീച്ചിൽ വരുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസ് എന്തൊക്കെയാന്നുള്ള കാര്യം നമുക്ക് ആദ്യം കുറച്ച് നോക്കിയിട്ട് നമുക്ക് വളരെ സങ്കീർണമായിട്ടുള്ള വാചകങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കും. ആദ്യം നമുക്ക് ആ ഒരു സംഗതി എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, നിങ്ങൾ നാടകങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, നാടകങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. കഥാപാത്രങ്ങൾ പറയുന്ന കാര്യം, അപ്പൊ അച്ഛൻ പറയുന്നു മകളെ നീ എവിടെ പോയി, അപ്പൊ അച്ഛൻ എന്റെ പേര് രണ്ട് കുത്തിലിട്ട് അച്ഛൻ പറയുന്ന വാചകം. അപ്പൊ മകൾ എന്ന് എഴുതിയിട്ട് ആ മകൾ അതിന് പറയുന്ന മറുപടി, അത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ അതിന് കൊടുക്കുന്ന കൗണ്ടർ ആയിട്ടുള്ള കാര്യം. യെസ്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങൾ ആ സംഗതി വായിച്ച ഒരാള് വേറൊരാളോട് പറയുമ്പോൾ എങ്ങനെ പറയുന്നുവോ അതാണ് ഈ സംഗതിയെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒരു സ്ഥലത്ത് നമ്മൾ കേട്ട കാര്യം വേറൊരു സ്ഥലത്ത് നമ്മൾ പറയുക. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ചിന്നുവിനോട് ഒരാൾ പറയുന്നു നിങ്ങൾ സുന്ദരിയാണ് എന്ന് പറയുന്നു. അപ്പോ ഞാനിപ്പോ പറഞ്ഞ ആൾക്ക് ഞാനൊരു പേര് കൊടുക്കുകയാണ്, അശോകൻ എന്ന് പറഞ്ഞ ഒരാൾ പറയാണ് നിങ്ങൾ സുന്ദരിയാണ് എന്ന് ചിന്നുവിനോട് പറയണം. ചിന്നു ഇത് വീട്ടിൽ ചെന്ന് അനുജത്തിയോട് പറയാ, സഹോദരിയോട് പറയാണ്. അപ്പൊ എങ്ങനെ പറയും? മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ത് പറയും? അശോകൻ പറഞ്ഞു നിങ്ങൾ സുന്ദരിയാണ് എന്ന് പറയുമ്പോ ആരായി സുന്ദരി? സഹോദരിയായില്ലേ? അപ്പൊ അവിടെ ചെന്ന് ചിന്നു പറയുമ്പോ എന്ത് പറയണം? അശോകൻ പറഞ്ഞു ഞാൻ സുന്ദരിയാണെന്ന്. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. അശോകൻ പറഞ്ഞു ഞാൻ സുന്ദരിയാണെന്ന്. അല്ലെങ്കിൽ അശോകൻ പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോ അശോകൻ പറയുന്നത് ഞാൻ
ഗൾഫിലേക്ക് പോവുകയാണ് എന്ന് അശോകൻ പറഞ്ഞു. നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടപ്പോ അശോകൻ എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങളോട് പറഞ്ഞു ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയുമ്പോ അല്ലെങ്കിൽ വേറെ ആരോട് പറയുമ്പോൾ എന്ന് പറയും, അശോകൻ പറഞ്ഞു അവൻ ഗൾഫിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ എന്ന് പറയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോണ ആളാരായി? ചിന്നുവോ? ചിന്നു അല്ല ഗൾഫിൽ പോകുന്നത് അശോകനാണ്. അപ്പൊ നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അശോകൻ പറഞ്ഞു അവൻ ഗൾഫിലേക്ക് പോവുകയാണ്. ഇതാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഗതി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നു, ആ കേട്ട കാര്യം നമ്മൾ വേറെ സ്ഥലത്ത് ചെന്ന് അവതരിപ്പിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിപ്പോർട്ട് സ്പീച്ച്. ഈ ചെറിയ കുട്ടികളൊക്കെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ഒരു കോമഡി ആയിട്ട് പിള്ളേരോട് പറയുന്നത്, നമ്മൾ കേട്ട കാര്യം അതുപോലെ തന്നെ പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുന്നത്, ടീച്ചർ ചെറിയൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു. പഠിപ്പിച്ചപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു മൈ ഹെഡ് എന്ന് ടീച്ചർ എഴുതി. എന്നിട്ട് പറഞ്ഞു മൈ ഹെഡ് എന്റെ തല എന്നിങ്ങനെ പറഞ്ഞു. മൈ ഹെഡ് എന്റെ തല എന്നിങ്ങനെ അതിന്റെ അർത്ഥവും പറഞ്ഞു. കുട്ടികളോട് പറഞ്ഞു നാളെ വരുന്നത് പഠിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഈ കഥയിൽ പറയുന്ന ചെറിയ കുട്ടി, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വായിക്കുകയാണ്. വായിച്ചപ്പോ പറഞ്ഞു മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്ന് പറഞ്ഞ് വായിക്കുകയാണ്. മൈ ഹെഡ് ടീച്ചറിന്റെ തല. കാരണം ടീച്ചറും മൈ ഹെഡ് എന്ന് എന്റെ തലേന്നല്ല പറഞ്ഞത്. ആ ഒരു രീതിയിൽ കുട്ടി എന്ന് പറഞ്ഞു മൈ ഹെഡ് ടീച്ചറിന്റെ തല. അപ്പൊ അത് കേട്ടുകൊണ്ട് ഒന്ന് അച്ഛൻ എന്ന് പറഞ്ഞു, മോളെ അങ്ങനെയല്ല, മൈ ഹെഡ് എന്ന് പറഞ്ഞ ടീച്ചറിന്റെ തലയല്ല എന്റെ തല എന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ അങ്ങ് പോയി. അപ്പൊ കുട്ടി വേദന മാറ്റി വായിച്ചു കൊടുക്കും, മൈ ഹെഡ് അച്ഛന്റെ തല എന്ന് പറഞ്ഞ് വായിച്ചു. അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് മൈ ഹെഡ് അച്ഛന്റെ തല, കാരണം അച്ഛൻ അങ്ങനെയുള്ള പറഞ്ഞത് എന്റെ തല എന്നല്ല പറഞ്ഞത്. അപ്പൊ അച്ഛന്റെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്നു. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അതിനെ അറിയാൻ പാടില്ല. അപ്പോ അച്ഛനൊരു ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ആ സമയത്ത് അതിലെ കൂടെ വന്നത്. അമ്മ ഇത് കേൾക്കുകയാണ്, മൈ ഹെഡ് അച്ഛന്റെ തല. മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? മൈ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ തലയല്ല, മൈ ഹെഡ് എന്റെ തല. അപ്പൊ കുട്ടി പിന്നെ മാറ്റി, അച്ഛൻ തുടരുമ്പോ അവർക്ക് എന്താക്കി? അമ്മ എന്നാക്കി. മൈ ഹെഡ് അമ്മയുടെ തല. ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ ഒരു സ്ഥലത്തൊരു സംഗതി കേട്ടു. ആ കേട്ട കാര്യം നമ്മൾ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ട്, ചെറിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളെ കുറിച്ച് നമ്മളൊന്ന് അറിയുന്നു. അത് മാത്രമാണ് ഈ റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ പറയുന്ന കാര്യം. യെസ്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു സെന്റൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു സ്ഥലത്ത് ഡയറക്റ്റ് എന്നും ഇപ്പുറത്തെ സ്ഥലത്ത് ഇൻഡയറക്റ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. രണ്ട് സ്ഥലത്തായിട്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഒരു സ്ഥലത്ത് ഡയറക്റ്റ് എന്നും അടുത്ത സ്ഥലത്ത് ഇൻഡയറക്റ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കും. ഓക്കെ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റിന്റെ അടിയില് ഐ എന്ന് എഴുതുക. ഐ ഐ അത് ആരോ മാർക്ക് ഇടുക. ആരോ മാർക്ക് ഇട്ടിട്ട് ഹി കോമ ഷീ എന്ന് കൊടുക്കുക. ഹി കോമ ഷീ. അതായത് അതിന്റെ അർത്ഥം ഇതാണ്, ഡയറക്റ്റ് സ്പീച്ചില് ഐ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഷീ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഹി ആയിട്ട് മാറും. ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി ഡയറക്റ്റിന്റെ അടിയിൽ അടുത്ത വേർഡ് കൊടുക്കുക, മൈ. എം വൈ, മൈ. മൈ എന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അവിടെ ഹിസ്, HIS, ഹിസ് കോമ ഹെർ എന്ന് കൊടുക്കുക. ഹിസ് അല്ലെങ്കിൽ ഹെർ എന്ന് കൊടുക്കുക. യെസ്, ഹിസ് അല്ലെങ്കിൽ ഹെർ. ഇനി അടുത്തത് OUR, അവർ. ഡയറക്റ്റിന്റെ അടിയിൽ അവർ എന്നത് OUR, അവർ. അവർ എന്ന് എഴുതിയിട്ട് അപ്പുറത്ത് THEIR, ദയർ എന്ന് എഴുതുക. അവർ എന്നുള്ളത് ദയർ, THEIR, ദയർ, അവരുടെ എന്നായിട്ട് മാറുന്നു. യെസ്. അടുത്തത് വി എന്ന് എഴുതുക. വി, വി. വി എന്നുള്ളത് ആരോ മാർക്ക് ഇട്ടിട്ട് ദേ എന്ന് എഴുതുക. ദേ, THEY, ദേ.
അടുത്തത് US അസ് എന്ന് എഴുതുക. US അസ്. അത് ഒരു ആരോ മാർക്ക് എഴുതിയിട്ട് them എന്ന് എഴുതുക. THEM them. അടുത്തത് U എന്ന് എഴുതുക. YOU യു യു എന്ന് എഴുതുക. അത് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് I, V എന്ന് എഴുതുക. I, V. അടുത്തത് യുവർ എന്ന് എഴുതുക. YOUR യുവർ യുവർ. അത് മൈ, അവർ OUR അവർ എന്ന് മാറ്റി എഴുതുക. മൈ, അവർ. ഓക്കെ, തൽക്കാലം നിൽക്കട്ടെ. ഞാനിത് ഒന്നുകൂടി വായിക്കാം, റിപ്പീറ്റ് ചെയ്യാം. നോക്കിയേ, ഐ എന്നുള്ളത് ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറുന്നു. മൈ എന്നുള്ളത് ഹിസ് അല്ലെങ്കിൽ ഹെർ ആയിട്ട് മാറുന്നു. അവർ എന്നുള്ളത് ദയർ ആയിട്ട് മാറുന്നു. വി എന്നുള്ളത് ദേ ആയിട്ട് മാറുന്നു. അസ് എന്നുള്ളത് them എന്ന് മാറുന്നു. യു എന്നുള്ളത് ഐ എന്നോ വി എന്നോ മാറുന്നു. യുവർ എന്നുള്ളത് മൈ എന്നോ അവർ എന്നോ മാറുന്നു. ഇനിയും കുറേയധികം മാറ്റങ്ങൾ വരുന്ന വാചകങ്ങൾ ഉണ്ട് അത്. അപ്പൊ കുറച്ച് സ്പേസ് കൂടി വിട്ട് അതിന്റെ നമുക്ക് വരുന്നതിന്റെ ഇടയിൽ അങ്ങോട്ട് ചേർത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗണോ പ്രോനൗണോ എങ്ങനെ മാറുന്നു എന്നുള്ളത് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറെ വേരുകളുണ്ട്. അത് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലൊന്നുണ്ടാവട്ടെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തരുന്ന വാചകം നിങ്ങളൊന്ന് എഴുതുന്നു. ഞാൻ പറഞ്ഞു തരുന്നത് ഷീ സെഡ്. ഷീ സെഡ്, SAID സെഡ്. ഷീ സെഡ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. ഇൻവെർട്ടഡ് കോമയിൽ ഐ സ്റ്റഡി, STUDY, ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ENGLISH, ഇംഗ്ലീഷ്. പോയം, POEM, പോയം. ഓക്കെ, ഇനി നോക്കുക. ഷീ സെഡ്, അവൾ പറഞ്ഞു, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഞാൻ ഇംഗ്ലീഷ് പദ്യം പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പദ്യം പഠിക്കാറുണ്ട്. ഓക്കെ, ശിഖ. ശിഖ, അപ്പോൾ ഈ സെന്റൻസോട് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് എത്ര വെർബ് കാണുന്നുണ്ട് ശിഖ? ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്ന് പറയുമ്പോ ശിഖയുടെ നോട്ടത്തില് എത്ര വെർബ് ഉണ്ട് ഇതിന്റെ അകത്ത്? സ്റ്റഡി വരും. സ്റ്റഡി ഉണ്ട്. സ്റ്റഡി ഒരു വെർബാണ്. ആ ഒരൊറ്റ വെർബുള്ളോ? അല്ല, സെഡ്. സെഡ്. ആ, സെഡ്, SAID അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് വെർബ് ശരി കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, യു ആർ റൈറ്റ്, വെരി ഗുഡ്. SAID എന്ന് പറയുന്ന ആ സംഗതി വെർബാണ്. കാരണം വെർബിന് എപ്പോഴും 3 ടെൻസ് പറയാൻ പറ്റും. സെഡ് പറഞ്ഞു, പറയും, പറയുന്നു, അല്ല അല്ലെങ്കിൽ പറയാറുണ്ട്. സ്റ്റഡി പഠിക്കുക, പഠിച്ചു, പഠിക്കും. 3 ടെൻസ് പറയാൻ പറ്റും വെർബിന്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് നോക്കുമ്പോ സെഡ് എന്ന് പറയുന്നത് ഒരു വെർബാണ്, സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വെർബാണ്. ഇതില് ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കാണുന്ന വെർബിന് പറയുന്നു, ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കാണുന്ന വെർബ് അതേതാണ്? സെഡ്. ആ ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കാണുന്ന വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റിപ്പോർട്ടിംഗ് വെർബ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ളതിന് റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒരു ആരോ മാർക്കിട്ട് ഒരു RB എഴുതിയിട്ടോ ആ സെറ്റിന്റെ നേരെ, ഇതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കാണുന്നത് റിപ്പോർട്ടിംഗ് വെർബാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ്. സെഡ് എന്നല്ലേ പറഞ്ഞേക്കണേ, അപ്പൊ പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത് മുഴുവനും റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ള ഒരു വാചകത്തിന്റെ
ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതുന്ന രീതിയെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ ഈ സെഡ് എന്നുള്ളതിന് പകരം SAYS സെയിൽസ് എന്നായിരുന്നെങ്കിൽ വേറെ നിയമമാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല, ഒക്കെ കൂടി നമ്മൾ പറയുന്നില്ല. നമ്മളിപ്പോ മുഴുവനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് കുറെ ചേഞ്ചസ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ, ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. അപ്പോ ഞാൻ ട്രീസ ജോൺ, തെരേസ ജോൺ, ഷഹന, ഇവിടെ നോക്കി. ഷീ സെഡ്, അവള് പറഞ്ഞു ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ആ ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? അവിടെ തന്നെ അല്ലേ? അത് മനസ്സിലായത് അല്ലേ? ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവള് പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. അപ്പൊ ഞാൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവളെയാണ്. സംശയമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഷീ സെറ്റ് എന്നുള്ളതിന് പകരം നമ്മൾ അവിടെ ഒരു പേര് കൊടുക്കണം. രമണി സെറ്റ് എന്നായിരിക്കും വിചാരിക്കും. രമണി സെറ്റ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്നാണെങ്കിൽ രമണിയല്ലേ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ രമണി സെറ്റ്, അപ്പൊ ഐ എന്ന് പറഞ്ഞ പിന്നെ അവിടെ രമണിയായി. അത് സംശയമുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായല്ലോ. ഞാൻ ചോദ്യം ഒന്നുകൂടി വായിക്കാണ്. ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഞാൻ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു. അത് ആര് പറഞ്ഞതാണ്? അവള് പറഞ്ഞതാണ്. അപ്പൊ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അവളാണ്. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഐ എന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വി എന്ന് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് വെർബിനെ കൂടിയുള്ള സബ്ജക്റ്റ് ഏതാണോ അത് ആ സബ്ജക്റ്റിന് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഷീ സെഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. അവിടെ ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് അവൾ തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോ അവിടെ ഷീ സെറ്റ് എന്നുള്ളതിന് പകരം ഹീ സെറ്റ് എന്നായിരുന്നെങ്കിൽ ആ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ എന്ന അർത്ഥം വരുള്ളൂ, ഹീ എന്നാ വരുള്ളൂ. ഇവിടെ ഷീ ആയതുകൊണ്ട് ഷീ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഷീ സെറ്റ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലായി. ഓക്കെ, ഷഹാന, ഒരു ചോദ്യം കൂടി. ഈ ഷഹാന, യെസ്, ഷഹാന കാണാനില്ല. അഞ്ജു നെൽസൺ, നോക്ക് ഇവിടെ നോക്കി. ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്ന് എഴുതിയിരിക്കുന്ന ടെൻസ് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? ഐ ഇംഗ്ലീഷ് പോയം എന്ന് എഴുതിയിരിക്കുന്ന ടെൻസ് അഞ്ജുവിന്റെ നോട്ടത്തില് നോക്കുമ്പോ അത് ഏത് ടെൻസിൽ? നമ്മൾ 12 ടെൻസ് പഠിച്ചതിൽ ഏത് ടെൻസിലാണ് വന്നിരിക്കണെന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. വെരി ഗുഡ്. നോക്കി, അതെങ്ങനെ മനസ്സിലായി? ഐ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പൊ ഐ സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തായി? സിമ്പിൾ പ്രസന്റ് ആണ്. കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റിലുള്ളതാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാറ്റി എഴുതും. സിമ്പിൾ പ്രസന്റാണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിനെങ്ങോട്ട് മാറ്റി എഴുതണം? സിമ്പിൾ പാസ്റ്റ്. ആ സൈഡിൽ എവിടെയെങ്കിലും ഒന്നും കുറിച്ച് വെച്ചോ. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെങ്ങോട്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ടെൻസും കൂടെ ഒരു പേജിലോട്ടൊന്ന് എഴുതി വെച്ചാൽ നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായത് സിമ്പിൾ പ്രസന്റിലാണ് വാചകം. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. അതായത് നമ്മൾ ഓർത്തിരിക്കും സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ വെർബിന്റെ ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അതിലോട്ട് നമ്മൾ മാറ്റി തരാം. ഓക്കെ, അപ്പൊ ബിന്ദു രാജീവ്, നമുക്ക് ഇത് ആരംഭിക്കാം. അതിന്റെ ആൻസർ പറഞ്ഞ് ആരംഭിക്കാം. ഷീ സെഡ്, അവള് പറഞ്ഞു. എന്നിട്ട് നമ്മള് ഈ ഇൻവേർട്ടഡ് കോമയിലിരിക്കുന്ന സെന്റൻസിനെ എന്നോട് കണക്ട് ചെയ്യണം. അതിൽ നമ്മൾ കണക്റ്റിംഗ് വേർഡായിട്ട് ദാറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കണം? THAT, ദാറ്റ്.
ചില സമയത്ത് സെറ്റ് എന്നുള്ള പേര് ടോൾഡ് വരും. അത് ഈ സന്ദർഭം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ സെറ്റ് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ എന്താ പറയും? ഷീ She said that she studied the ആ she said that she studied English poem. കറക്റ്റ്, വെരി ഗുഡ്. ഷീ സെഡ് ദാറ്റ്, അവൾ പറഞ്ഞു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഷീ തന്നെയല്ലേ, അവള് തന്നെയല്ലേ. അപ്പൊ അവിടെ ഷീ എന്ന് വന്നു. അവൾ പറഞ്ഞു, അവൾ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പൊ സ്റ്റഡി പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. കാരണം എന്താണ്? തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ്, STUDIED, സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. എനി ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിയേ, അത് നമ്മൾ ഒന്നുകൂടി മലയാളവൽക്കരിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, അവൾ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കാറുണ്ട്. നമ്മളത് വേറൊരാളോട് പറയുമ്പോൾ എന്ത് പറയും? അവൾ പറഞ്ഞു അവൾ ഇംഗ്ലീഷ് പോയം പഠിക്കാറുണ്ട്. അതുള്ള വ്യത്യാസം. യെസ്. അപ്പൊ അതിന്റെ ആൻസർ എഴുതിക്കോ. ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. She said that she studied English poem. Okay. ഇനി ഞാൻ ഇതേപോലെയുള്ള വേറൊരു വാചകം പറയാം. നിങ്ങൾക്ക് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് ഒന്ന് മാറ്റുക. ചോദ്യം ഇതാണ്. He said. He said. SAID, said. He said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I sing, 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 I sing a song, SONG, I sing a song, SONG. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനൊന്ന് റിപ്പോർട്ട് സ്പീഡിലോട്ട് മാറ്റി. നേരത്തെ ചെയ്ത പോലെ ഒന്ന് മറ്റേ ചിന്നു ആൻസർ എഴുതുമ്പോൾ ഇവിടെ കോമ കളയണം കേട്ടോ. ഇവിടെ കോമ കളയണം. ഓക്കെ ഷഹാന, ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയൊരു വ്യത്യാസമുണ്ട് അഞ്ജു. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. പാസ്റ്റ് ടെൻസ് SUNG അല്ലേ? പാസ്റ്റ് ടെൻസ് എന്താണ്? ഓക്കെ ഓക്കെ, SANG. ഓക്കെ ഷഫീന. ഓക്കെ ഷീന. ഓക്കെ 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 ഓക്കെ. ശരി, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരിട്ട് വലിയ നല്ല സ്ട്രോങ് ആയ വാചകങ്ങളോട് പോകാമെന്ന് തോന്നുന്നു ഇല്ലേ? എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്. മറക്കരുത്, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. ഓക്കെ ഓക്കെ. അപ്പൊ എഴുതിയ എല്ലാവരുടെയും കറക്റ്റ് ആണ്. അപ്പൊ ഞാനൊരു ആൻസർ ഒന്നുകൂടി വായിക്കാം. He said that. He said that. He പാസ്റ്റ് ടെൻസിലോട്ട് സിംഗ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് SANG. കുറച്ച് പേര് SUNG എഴുതിയിരുന്നത്, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, SANG. അപ്പൊ he said that he sang a song. അടുത്തത് നെക്സ്റ്റ് സെന്റൻസ്. They said, THEY, they said, SAID, said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. We love India. We love, LOVE, love India. We love India.
സാർ ഇന്ത്യ ലവ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പറഞ്ഞേ? ഇന്ത്യ 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 they love ഇന്ത്യ. ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഓക്കെ ഷഹാന. ഓക്കെ നസീമ. ഓക്കെ ശിഖ. ഓക്കെ ചിന്നു. ഓക്കെ അഞ്ജു. ഓക്കെ ഷഫീന. യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഞാൻ അവിടെ വി എന്ന് എഴുതിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ എഴുതി വി എന്നുള്ളത് എന്തായിട്ട് മാറും എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക്, അല്ലേ? യെസ്, അത് ദേഹം മാറി. ഓക്കെ, അവര് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അത് നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവര് പറഞ്ഞു അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നു. They said that they loved India. ലവ് എന്നുള്ളത് സിമ്പിൾ സിമ്പിൾ പാസ്റ്റ് ആക്കി. ഓക്കെ, നെക്സ്റ്റ്. ബോയ്സ്, BOYS, ബോയ്സ് said, SAID, said. ബോയ്സ് said. ഇനി ഇൻവേർട്ടഡ് കോമയിൽ എഴുതുക. We play, PLAY, we play cricket, CRICKET. We play cricket in the evening, EVENING. Inverted comma close here. Boys said we play cricket in the evening. Okay. എഴുതിക്കോളൂ. ആൺകുട്ടികൾ പറയുന്നു ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പൊ നമ്മള് വേറെ ആരോട് പറയുമ്പോൾ പറയും? ആൺകുട്ടികൾ പറയുന്നു അവർ വൈകുന്നേരങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഓക്കെ നൗഷിദ, കറക്റ്റ്. ഓക്കെ അഞ്ജു. ഓക്കെ ചിന്നു. ഓക്കെ നസീമ. ഓക്കെ ഷഹാന. ഓക്കെ ബിന്ദു. ഓക്കെ ഷിഗ. കറക്റ്റ് ആണ്, എഴുതിയേക്കുന്നത് കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വേനപ്പോ ആദ്യം പറയുന്നത് മുഴുവനും വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു വാചകങ്ങളാണ്. She said, next is this. She said, inverted comma, I study, STUDY, I study my MY, my notes, NOTES, notes. She said, inverted comma, I study my notes. ഓക്കെ ഷഹാന. ഓക്കെ അഞ്ജു. ചിന്നു, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞ പോലെയായിരുന്നു ഞാൻ കേട്ടത്. എന്തോ ഹീ ആണെന്നാ ഞാൻ കേട്ടത്. ശരിയാണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, കുഴപ്പമില്ല, നോ പ്രോബ്ലം. യെസ്. യെസ്,
അപ്പൊ ഞാൻ ഇതിനകത്ത് ഓരോ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് അതറിയാൻ വേണ്ടി ഞാൻ കേട്ടിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഞാൻ മൈ എന്ന് പറയുന്ന ഒരു വേർഡ് ചേർത്തു. ഓക്കെ ഷഫീന, ഓക്കെ നസീമ, യെസ് ഷീസ്, ഓക്കെ ഷിക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഷീ സെഡ്, അവൾ പറഞ്ഞു, ഐ സ്റ്റഡി മൈ നോട്ട്, ഞാൻ എന്റെ നോട്ടാണ് പഠിക്കുന്നത്. അത് നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവൾ പറഞ്ഞു അവൾ അവളുടെ നോട്ടാണ് പഠിക്കുന്നതെന്ന്. അപ്പൊ ആ മൈ എന്നുള്ളത് എന്തായി? ഹെയർ ആയിട്ട് മാറി. അവിടെ ഷീക്ക് പകരം ഹി ആണെങ്കിൽ നേരത്തെ ചിഹ്നം ഉപയോഗിച്ച പോലെ ഹെയറിന് പകരം എന്ത് വരും? ഹിസ് ആയിട്ട് വന്നതിന്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് he said, he, കേട്ടോ, he said. ഇനി ഇൻവെർട്ടഡ് കോമ എഴുതിക്കോ. I bring, BRING, I bring my textbooks, TEXT, test, BOOKS, books. He said, inverted comma, I bring my textbooks. Yes. Okay, Vidhu Rajiv. Okay, then Teresa. Okay, then Anju. Okay, Shahana. Okay, Shafina. Okay, Nasima. Okay, Sheila. എല്ലാവരും ശരിയാണ്, കറക്റ്റ് ആണ്. റിഫ്ലക്സീവ് പ്രോനൗണിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് സെന്റൻസ്, they said, 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 they said. ഇനി ഇൻവെർട്ടഡ് കോമ എഴുതുക. WE, we use, USE, use our, OUR, our mobiles, MOBILES, mobiles. Inverted comma close here. I will repeat the sentence. They said we use our mobiles. Anju, correct? Okay, Chinu. Okay, Shahana. Okay, Vidhu. Okay, Teresa. Okay, Nasima. Okay, Shika.
ശരിയാണ്, എല്ലാവരും ഇത് കറക്റ്റാണ്, കൃത്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ചേഞ്ചസ് അറിയാവുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ സെന്റൻസ് ഒന്ന് മാറ്റുകയാണ്. അടുത്ത സെന്റൻസ്, he said you work, you ഇവിടെ comment, you work, work in a bank, BANK, bank. ഒന്നുകൂടി പറയാം, he said ഇവിടെ comment, you work in a bank. Okay, Anju. Okay, Shahana. Okay, Chinnu. Okay, Lisa. Okay, Nasima. Okay, Shigam. Yes. Okay. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. He said, അവൻ പറയുകയാണ്, you work in a bank, നീ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോ അത് കേൾക്കുന്ന ആളെന്ത് പറയും? അവൻ പറഞ്ഞു ഞാൻ ഒരു ബാങ്കിലാണ്. അപ്പൊ ആ യു എന്നുള്ളത് എന്തായിട്ട് മാറി? ഐ ആയിട്ട് മാറി. ഓക്കെ, അത് എല്ലാവരും തെറ്റിയില്ല, ഞാനത് ആരെങ്കിലും തെറ്റിക്കുമെന്ന് ശ്രദ്ധിച്ചത്, എല്ലാവരും കൃത്യമായിട്ട് ചെയ്തു. യെസ്. അടുത്തത്, she said, SAID, she said. Inverted comma, you cry, CRY, cry. You cry loudly, LOUDLY. You cry loudly. Inverted comma close here. Okay. Sentence athra ullu. She said, you cry loudly. Okay, Anju. Okay, Shahana. Okay, Chinnu. Okay, Bindu. Okay, Nasima. Okay, Lisa. Okay, Shiga. Correct ആണ് പറഞ്ഞത്. എഴുതി എല്ലാവരുടെയും കറക്റ്റ് ആണ്. യെസ്. അടുത്തത്, he said. ഇനി ഇവിടെ കോമയില് you love, LOVE, love your mother. You love your mother. Inverted comma close here. He said, inverted comma, you love your mother. Shahana, okay. Bindu, okay. Shindu, okay. Anju, okay.
ശിഖ ഓക്കെ? അപ്പൊ ഓക്കെ. നസീമ, മാലിക്. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞ വാചകം, അതായത് ഹി സെഡ് യു ലവ് യുവർ മദർ എന്ന് എഴുതി കഴിഞ്ഞപ്പോ എല്ലാവരും എഴുതി ഹി സെഡ് ദാറ്റ് ഐ ലവ്ഡ് മൈ മദർ എന്ന് എഴുതി. അത് അങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? ഓക്കെ ട്രീസ, അങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? We loved our mother. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയും എഴുതാൻ സെന്റൻസ് അല്ല. അതായത് അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഹി സെഡ് യു ലവ് യുവർ മദർ. ഇപ്പൊ നസീമ് മാത്രമാണ് നിൽക്കണമെങ്കിൽ നസീമിനോട് പറയാം യു ലവ് യുവർ മദർ. അപ്പൊ നസീമ റിപ്പോർട്ട് ചെയ്യുന്നത് പറയാം ഹി സെഡ് ദാറ്റ് ഐ ലവ് മൈ മദർ എന്ന് പറയാം. നസീമയും ഉണ്ട്, നസീമയുടെ ഒരു സഹോദരനും സഹോദരിയും കൂടി നിൽക്കുന്ന സമയത്ത് മൂന്ന് പേരോട് കൂടിയിട്ടാണ് ഒരാൾ പറയുന്നത്. അവൻ പറയുന്നത് യു ലവ് യുവർ മദർ, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നു. അപ്പൊ ആ നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാളല്ല, 3 പേരാണ്. അതുകൊണ്ട് ഈ സെന്റൻസ് നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. എങ്ങനെ എഴുതാം? ഹി സെഡ് ദാറ്റ് വി ലവ്ഡ് അവർ മദർ. എങ്ങനെയും നമുക്ക് എഴുതാം. ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ള, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ പോണത് ആ വിഷയം തന്നെ ആയിരിക്കും. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ള വാചകങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അതില് തന്നിരിക്കുന്ന ഇൻവെർട്ടഡ് കോപ്പിൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് നമ്മൾ എങ്ങോട്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ഇനി അടുത്തത് യെസ്, ചിന്നു ജോസ്. ചിന്നുവിനെ തന്നെ വയ്യാലേ? ഓക്കെ ഓക്കെ ഓക്കെ. Tomorrow is a special day. Do you know? Yes, I know. What is the specialty? Shishudina. Shishudina. That means Children's Day. Very good, very good. അപ്പോ ശിശുദിനത്തെ കുറിച്ച് 2 വാചകം പറയാം. 2 പറഞ്ഞാൽ മതി. 2 വാചകം. എല്ലാവരും ഓർത്ത് വെച്ചോട്ടോ. 2 വാചകങ്ങൾ ഓർത്ത് വയ്ക്കുക. ശിശുദിനത്തെ Children's Day is a day of children. Children's Day is the day of children. അത് കുട്ടികളുടെ ദിവസമാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് സെന്റൻസ്. നോ ഗ്രാമർ മിസ്റ്റേക്ക്. വെരി ഗുഡ്. All children are celebrating this day in their school. Okay. All are celebrating this day in their school. Okay. 2 സെന്റൻസ് ആയി. ഓക്കെ ഓക്കെ. ബാക്കി ആലോചിച്ച് വെച്ചോട്ടെ, ഞാൻ വരാം, പുറകിൽ വരാം. അപ്പൊ ഓക്കെ, ശിഖ 2 സെന്റൻസ് പറയും. ആദ്യം 2 പറയണ്ട. ഇനി അത് 2 പറഞ്ഞല്ലോ, ഇനി വേറെ 2 സെന്റൻസ് പറയും. ശിഖ. ചിഹ്നം പറഞ്ഞ 2 സെന്റൻസിലെ ചിൽഡ്രൻസ് ഡേ കുറിച്ച് അത് വേണ്ട, ഇനി അത് വിട്ടുകളാം. വേറെ പറയും 2 സെന്റൻസ് ചിൽഡ്രൻസ് ഡേ കുറിച്ച്. Children's Day is a very special day about children's. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഒന്ന് മാറ്റി മറിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല. വേറെ വല്ല കാര്യങ്ങളും പെട്ടെന്ന് ചോദിച്ചതുകൊണ്ടാ ആലോചിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി പറയായിരുന്നു. ചിന്നുവിനോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ആലോചിച്ച് വെച്ചോളാൻ. യെസ്, ചിന്നു തത്സമയം തന്നെ പറഞ്ഞില്ലേ? ഓക്കെ, ആലോചിച്ചോ. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം ഏത് ദിവസമാണ്
ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. November 14 is Okay. celebrating the Children's Day. അത് ആ November 14 പ്രത്യേകത പറയാം. It is a birthday of a name or ജവഹർലാൽ നെഹ്റു. Jawaharlal Nehru. ഓക്കെ. It is the birthday of ജവഹർലാൽ നെഹ്റു. ഓക്കെ. അപ്പൊ രണ്ടെണ്ണം. അഞ്ജു നെൽസൺ. Okay, sir. രണ്ട് സെന്റൻസ് പറഞ്ഞു. ശിശുദിനത്തെ കുറിച്ച്. It is the most important day for children. Very good. Jawaharlal Nehru is also known as a Chachaji. Yes. Okay. ശരി. നസീമ. Sir. രണ്ട് സെന്റൻസ് പോലെ ശിശുദിനത്തെ കുറിച്ച്. November 14 is the our celebrating Children's Day. Okay. That is the Nehru's birthday. Okay. നേരത്തെ അതൊക്കെ പറഞ്ഞതാണ്. അവർ പറയാത്ത എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സംഗതി പറയട്ടെ. Children's celebrating in their schools, song, speech. Yes. യെസ്, പറഞ്ഞോളൂ. സ്കൂളിലെ കുട്ടികളുമായിട്ട് നാളെ ചെന്ന് കഴിയുമ്പോ ചിലപ്പോ ടീച്ചർ പറയുന്നത് അവിടെ നിർത്തി മാതാപിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ 2 വാക്ക് ചിൽഡ്രൻസ് ഡേ 2 വാക്ക് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്ന് വേണ്ടേ? അല്ലെങ്കിൽ പ്രസംഗിക്കാതെ കൊണ്ട് ടീച്ചർ പറയാൻ കുറച്ച് വൈകും. അതിന് ആ സമയം വരെ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ സോപ്പിടാൻ വേണ്ടിയിട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാര്യം സ്റ്റോക്ക് വേണ്ടേ? യെസ്, ബിന്ദു രാജീവ് പറയൂ. ഐ എക്സ്പെക്ട് മോർ ഫ്രം യു. all of there. Yes. എല്ലാരും പറഞ്ഞു പോയില്ല. ലാസ്റ്റ് one more slogan I ever heard. The future belongs to our children. Yes. That is long. Okay. ഇനി നമുക്ക് വേറെ കാര്യം പറയില്ല. എന്താണ് ഈ ശിശുദിനത്തിന് എന്താണ് റാലി ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അല്ല, അതൊക്കെ ഓക്കെ, അതൊക്കെ പറയാം, കുഴപ്പമില്ല. അതല്ല, അതിന്റെ സൈദ്ധാന്തികപരമായിട്ടേ എന്താണ് ചിൽഡ്രൻസിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് വേറൊരു ലെവലോട്ട് ചിന്തിച്ചാൽ അവർക്കുള്ള പ്രൊട്ടക്ഷൻ, അവരുടെ കെയർ, അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കുട്ടികള് എന്ന് പറയുമ്പോൾ അങ്ങനെ തള്ളിക്കളയേണ്ട ആളുകളല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ. അവരുടെ കെയറിങ്, അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. യെസ്, ആലോചിച്ചോളൂ. ഷഹാന. പറഞ്ഞോളൂ ഷഹാന. ഷഹാനക്ക് പോയിന്റ് ഷഹാന്റെ മനസ്സിലായ ഐഡിയ പറഞ്ഞു. ഓക്കെ. Children's Day. Children bring so much joy and love to the world. Yes. Pandit Nehru had a strong love for children. Very good. Okay. ആരും പറയാത്തൊരു കാര്യം പറഞ്ഞു. Yes, very good. Children's Day to all amazing kids who
who will be our future leaders. യെസ്. ഇന്നത്തെ പൗരന്മാരാണ് നാളത്തെ, അല്ല ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. വെരി ഗുഡ്. ആ ഒരു സംഗതി ഇംഗ്ലീഷാണ് വന്നത്. ഉദ്ദേശിച്ചിരിക്കുക ഏതാണ്ട് അതേ അർത്ഥമാണ്. കറക്റ്റ്. യെസ്. പിന്നെ ഒന്നും കിട്ടണില്ല. പിന്നെ കിട്ടണില്ല. ശിഖ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു സർ. ശിഖ പറഞ്ഞതാണല്ലേ. അപ്പൊ ഈ ആരോട് പറയാനുള്ളത് ബാലൻസ് ഉള്ളത്? ബിന്ദു പറഞ്ഞു, നസീമ പറഞ്ഞു, അഞ്ജു പറഞ്ഞു, ഷഹാന പറഞ്ഞു, ചിന്നു പറഞ്ഞു, ശിഖ പറഞ്ഞു, അഭിഷേക് ജയൻ. Hello. യെസ് പറയൂ. In India. ചിൽഡ്രൻസ് ഡേ. Hello. പറഞ്ഞോളൂ അഭിഷേക്, പറഞ്ഞോളൂ. In India, we celebrate to awareness about the rights, education and welfare of children. Very good. Okay. India, ഞാൻ പറയാൻ പോയതാണ്. Yes. അത്രേ ഉള്ളോ? 2 സെന്റൻസ് പറയും അഭിഷേക്. നന്നായിരുന്നല്ലോ. ഈസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ചിൽഡ്രൻ. നല്ല വാചകങ്ങളൊക്കെ ഇരുന്നു. യെസ്. Children's Day is a special occasion to honor the joy and enthusiasm of children. കൊള്ളാം. വെരി ഗുഡ്. വൺ മോർ. അത്രേ ഉള്ളൂ. യെസ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ ഇട്ട് തരികയാണ്. സംഭവം പറഞ്ഞത് ഞാൻ നേരത്തെ സഹായം ചോദിച്ചപ്പോൾ പറയാനായിട്ട് പോയതാണ്. ഇന്ന് കുട്ടികൾ നേരിടുന്ന വിഷയം ചിൽഡ്രൻസ് ഡേ എന്താണ്, അത് ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയണം. ഇന്ന് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് പറഞ്ഞ് പറയാവുന്ന ഒരു പോയിന്റ്. ബിന്ദു, ഞാൻ ആദ്യം ചോദിച്ചില്ല എന്ന് പറയണ്ട. മറ്റുള്ളവരോട് ചോദിച്ചതിന് ശേഷമാണ് സാർ എന്നോട് ചോദിച്ചത്. അപ്പൊ ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണ്ട. ആദ്യം ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ അത് പറയണം, അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം. ഇന്ന് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് തോന്നുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് പറയാം, ഈ ചിൽഡ്രൻസ് ഡേ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പറയേണ്ടത്, we have so many thoughts to they are coming to our mind, but one special challenge faced by children, കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഇന്ന വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് വിഷയം ചൂണ്ടിക്കാണിക്കും? അപ്പൊ അഭിഷേക് പറയുന്നു ലാക്ക് ഓഫ് ബേസിക് നെസസിറ്റീസ്, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ അപര്യാപ്തത. ഓക്കെ. അടുത്ത ആൾക്ക് പറയാം. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അല്ലെ ഷഹാന? ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. വെരി ഗുഡ്. പിന്നെ ചിഹ്നം പറയുന്നു മൊബൈൽ അഡിക്ഷൻ. അതൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. നമ്മുടെ കുട്ടികളെ ചിന്തിക്കാനുള്ള ശക്തി പോയി ചിലപ്പോൾ നഷ്ടപ്പെടുക. ഒക്കെ ഇല്ലാത്ത കിട്ടിയാലേ. ഓക്കെ, വെരി ഗുഡ്. മൊബൈൽ അഡിക്ഷൻ. പിന്നെ വേറെ എന്താണ് ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന പ്രശ്നം? പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ലാക്ക് ഓഫ് നെസസിറ്റീസ് ഫോർ ദ ചിൽഡ്രൻ, then influence of the social media, the influence of the use of mobile phones. Then Shiga, anything? Nasima? സർ, അത് ബാലവേലകൾ ചെയ്യിപ്പിക്കുന്നില്ലേ? അത് പറയുന്നു. ഓക്കെ. ബാലവേലയെ കുറിച്ചുള്ള പറയാം. യെസ്, ചൈൽഡ് ലേബർ. ഓക്കെ, യെസ്. അത് നമുക്ക് വല്ല ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ബംഗാളികളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ. അത് നമുക്ക് പറയാം.
യെസ്. ഓക്കെ. Gender based violence. Gender based ജെൻഡർ violence. ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ജെൻഡർ ആയിട്ടുള്ള ലിംഗാധിഷ്ഠിതമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഷഹാന കറക്റ്റ് ആണ്. അത് അഭിമുഖീകരിക്കുന്നുണ്ട്. ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ 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 ഓക്കെ. അപ്പോ ചിന്നു പറയുന്നു ഡ്രഗ് അഡിക്ഷൻ. ഓക്കെ 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 ഓക്കെ. അതൊക്കെ നമുക്ക് നിങ്ങളൊക്കെ കുട്ടികൾ നമ്മുടെ ഈ ലോകത്തേക്ക് നോക്കി പലതും കണ്ടു കഴിയുമ്പോൾ ആ ഒരു ലോകത്ത് തന്നെയാണല്ലോ നമ്മുടെ മകനും നമ്മുടെ മകളും വളരുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ പേടി തോന്നും. അതൊക്കെ കറക്റ്റാണ്. അതിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ട് നമ്മുടെ മക്കളെ കൊണ്ടുപോകേണ്ടത് വളരെ വലിയൊരു ടാസ്ക് ആണ്. ഓക്കെ, ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞാൽ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അവര് വേറെ ലെവലായിട്ട് മാറിക്കൊള്ളു. പക്ഷെ അതുവരെ നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ മാറ്റങ്ങളും അവരുണ്ടാകുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മാറി നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒബ്സർവേഷൻ ഒക്കെ കറക്റ്റ് ആണ്. സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുള്ള ആൾക്കാരിൽ നിന്നൊന്നും മനസ്സിലായി. കാരണം ഇതൊക്കെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെന്നും കുട്ടികളല്ല, എന്നാലും നിങ്ങൾ എന്റെ കുട്ടികളായതുകൊണ്ട് എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. We will meet in the next class. Okay. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay.